നിമിത്തശാസ്ത്രങ്ങളിലെ ചില കാര്യങ്ങൾ ചുരുക്കി പറയാം. വീട്ടിൽ പൂച്ചയെ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ രക്ഷസ് ബാധ ഉണ്ട് എന്നാണ് അർത്ഥം. പൂച്ചയുടെ സ്വഭാവം ചുരുക്കി പറഞ്ഞാൽ പൂച്ച നമ്മളെയാണ് വശീകരിക്കുന്നത്. എന്നിട്ട് നമ്മളെക്കൊണ്ട് അതിൻ്റെ സകല കാര്യങ്ങളും നടത്തും. അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെയും ഉപദ്രവിക്കും. അതിന് നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ വിട്ട് വേറെ വീട്ടിലേക്ക് പോകും. പൂച്ചയുടെ കാര്യം നടന്നില്ലെങ്കിൽ അത് നമ്മളെ ഉപേക്ഷിക്കും. ഇതുപോലെയാണ് രക്ഷസും നമ്മളെ ആകർഷിച്ചു സ്നേഹം നടിച്ചു നമ്മളെ ഇല്ലാതാക്കും. ഒന്നുകിൽ ആ വീട്ടിലുള്ളവരെ ആരെങ്കിലും സ്നേഹം നടിച്ചു പറ്റിക്കും. അല്ലെങ്കിൽ ആ വീട്ടുകാർ മറ്റുള്ളവരെ സ്നേഹം നടിച്ചു പറ്റിക്കും. ഇതാണ് പൂച്ചയെ വീട്ടിൽ പോറ്റുന്നതുകൊണ്ട് ഉള്ള നിമിത്തശാസ്ത്രം. ഇനി നായയെക്കൊണ്ട് ഉള്ള നിമിത്തശാസ്ത്രം ചുരുക്കി പറയാം. നായയെക്കൊണ്ട് നിമിത്തശാസ്ത്രത്തിൽ ബ്രഹ്മരാക്ഷസിനെ സൂചിപ്പിക്കുന്നു. നായയെ എത്ര ഉപദ്രവിച്ചാലും അത് നമ്മളെ തിരിച്ചു ഒന്നും ചെയ്യില്ല. എത്ര ഉപദ്രവിച്ചാലും വീണ്ടും നമ്മളോട് സ്നേഹം കാണിക്കും. നായയെ പോറ്റുന്ന വീട്ടിൽ ഉള്ള ലക്ഷണങ്ങൾ: ഒന്നുകിൽ ആ വീട്ടിൽ ഉള്ള ആൾക്കാർ അവരെ സ്നേഹിക്കുന്നവരെ എന്ത് സംഭവിച്ചാലും ഉപേക്ഷിക്കില്ല. അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആൾക്കാർ ഉണ്ടാവും. മറ്റുള്ളവരുടെ സഹായം ആപത്തുഘട്ടത്തിൽ ഉണ്ടാവും. നിമിത്തശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പൂച്ചയെയും നായയെയും പറ്റിയുള്ള ലക്ഷണങ്ങൾ. പല്ലിയെക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില നിമിത്തശാസ്ത്രങ്ങൾ ഉണ്ട്. വീട്ടിൽ നിന്ന് പല്ലികൾ ഇല്ലാതാവുന്നത് നിമിത്തശാസ്ത്രത്തിൽ പറയുന്നത് ആ വീട്ടിൽ ദുരാത്മാക്കളോ ആഭിചാരങ്ങളോ ആ വീട്ടിൽ ഉണ്ട് എന്നാണ് അർത്ഥം. വീട്ടിന്റെ മേൽക്കൂരയിൽ പല്ലികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഉറപ്പായും പറയാം ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടെങ്കിൽ മേൽക്കൂരയിൽ കയറുന്ന പല്ലികൾ നെഗറ്റീവ് എനർജി കാരണം ശക്തി ക്ഷയിച്ചു പല്ലി താഴെ വീഴും. നിമിത്തശാസ്ത്രപ്രകാരം വണ്ണാത്തിക്കിളി എന്ന ഒരു പക്ഷി വീട്ടിൽ സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സകല ദേവി ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ട് എന്നാണ് അർത്ഥം. ഈ പക്ഷി അങ്ങനെ സ്ഥിരമായി ഒരു വീട്ടിലും വരികയില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ പക്ഷിയെ ഓടിക്കരുത് എന്ന് നിമിത്തശാസ്ത്രത്തിൽ പറയുന്നു. ദേവി ദേവന്മാർ ആ വീട്ടിൽ വരുന്നതുകൊണ്ട് ആ വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കണം എന്നും പറയുന്നു. എന്നാലേ ആ വീട്ടിൽ ഉള്ളവർക്ക് അനുഗ്രഹം ലഭിക്കൂ.